ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ 65ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാമിലി ആയിട്ട് ബ്രൊമാൻസ് മൂവി കണ്ടു വന്നതേ ഉള്ളൂ. സോ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് എന്തായാലും വൈകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ വീടിന്റെ അടുത്ത അമ്പലത്തിൽ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന്റെ പാട്ട് കാര്യങ്ങളും കൂടി മൈക്കിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. ഈ ആഴ്ച അതൊന്ന് ക്ഷമിക്കാം. അപ്പോൾ 3 സിനിമകളും കണ്ടു: പൈങ്കിളി, ബ്രൊമാൻസ്, ദാവീദ്. അതിൽ പൈങ്കിളി എനിക്ക് ഒട്ടും കണക്ട് ആയില്ല കേട്ടോ. ഒട്ടും കണക്ട് ആയില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും കണക്ട് ആയില്ല. എനിക്ക് ബോറടിച്ചു ആ ഒരു പടം. ദാവീദ് സ്പോർട്സ് ഡ്രാമ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ അധികം കാണാത്തൊരു കാറ്റഗറിയാണ്. ഒരു ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ടല്ലോ, അത് ഭയങ്കര കുറവായിരുന്നു. കുറച്ചൊക്കെ ലാഗ് അടിച്ച പോലെ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ലാഗ് അടിച്ച പോലെ തോന്നി. പിന്നെ ബ്രൊമാൻസ്, അത് എല്ലാവർക്കും കണക്ട് ആയിട്ടോ. വൈഫും അമ്മയൊക്കെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കും അത്യാവശ്യം നല്ല പോലെ അത് കണക്ട് ആയി. അത്യാവശ്യം നല്ലൊരു കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്താ, അപ്പോൾ വലിച്ചു കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ക്വാൾകോമിന്റെ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന് പറയുന്ന പുതിയൊരു SoC പ്രോസസ്സർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. TSMCയുടെ 4 നാനോമീറ്റർ നോഡിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ARMന്റെ V9 CPU കോർസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ മുൻ വർഷത്തേനേക്കാളും ബെറ്റർ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ ആൻഡ്രോയിഡ് സ്കോറും മറ്റ് കാര്യങ്ങളൊന്നും എത്രയാണെന്നുള്ളത് കണ്ടില്ല. പിന്നെ ഏത് റേഞ്ചിൽ വരുന്ന ഫോണുകളിലാണ്, അത് എപ്പോഴാണ് ലോഞ്ച് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിലും കണ്ടില്ല. എന്തായാലും പുതിയൊരു പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 6 Gen 4 എന്ന് പറഞ്ഞ പുതിയ പ്രോസസ്സർ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OnePlus 13 മിനി അടക്കം ഒരുപാട് കോമ്പാക്ട് സൈസ് ഫോണുകൾ, വെറും കോമ്പാക്ട് അല്ല, പവർഫുൾ കോമ്പാക്ട് സൈസ് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു കാറ്റഗറിയിലോട്ട് ഓപ്പോയുടെ സൈഡിൽ നിന്ന് ഓപ്പോ Find X8 മിനി എന്ന് പറയുന്ന ഒരു മോഡൽ കൂടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത മാസമോ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് മന്ത് മാർച്ചോ അല്ലെങ്കിൽ ഏപ്രിലോ ചൈനയിൽ ഓപ്പോ Find X8 അൾട്ര എന്ന് പറയുന്ന മോഡൽ ലോഞ്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ Find X8 മിനി കൂടി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. 6.3 ഇഞ്ച് വരുന്ന LTPO AMOLED ഡിസ്പ്ലേ, മീഡിയടെക്കിന്റെ Dimensity 9400 എന്ന് പറയുന്ന പ്രോസസ്സർ, 50 മെഗാ പിക്സലിന്റെ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ്, അങ്ങനെ അത്യാവശ്യം നല്ല പവർഫുൾ കാറ്റഗറി തന്നെയാണ് ഇതും വരുന്നത്. എന്തായാലും ഇന്ത്യയിലോട്ട് ലോഞ്ച് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഓപ്പോ Find X8 മിനി എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സൈസ്, ഒരു കുഞ്ഞൻ പവർഫുൾ ഫോണും കൂടി അധികം വൈകാതെ നമുക്ക് ഗ്ലോബലി എക്സ്പെക്ട് ചെയ്യാം. മോട്ടറോളയുടെ സൈഡിൽ നിന്ന് ഇനി വരാൻ പോകുന്ന ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള മോട്ടറോള Razr 60 അൾട്ര എന്ന് പറയുന്ന ഫോണിന്റെ കുറച്ച് റെൻഡേഴ്സ് കാര്യങ്ങളൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. മുൻ വർഷത്തേനേക്കാളും വലിയൊരു വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും തോന്നുന്നില്ല. എന്നാണ് ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക, ബാക്കി സ്പെക്ക് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും മോട്ടറോളയുടെ സൈഡിൽ നിന്ന് Razr 60 അൾട്ര എന്ന് പറയുന്ന ഫോൺ നമുക്ക് വരും മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാം. ഓസ്ട്രേലിയയിൽ HMDയുടെ സൈഡിൽ നിന്ന് ഓറ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ സ്പെക്കും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ HMD എന്തിനാണ് ഇങ്ങനത്തെ ഫോണുകൾ ഇറക്കുന്നത് എന്നുള്ളതാണ് തോന്നിയത്. ഇതിന്റെ പ്രോസസ്സർ ഏതാണെന്നുള്ളത് ഒരിക്കലും മെൻഷൻ ചെയ്ത് കണ്ടില്ല. എന്തായാലും 6.53 ഇഞ്ച് വരുന്ന 60 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിട്ടുള്ളത്. 13 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, 5 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. ഓസ്ട്രേലിയൻ ഡോളർ വരുന്നത് 136 അങ്ങനെയാണ്ടാണ് ഡോളർ വരുന്നത്. ഇതും ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ളതൊന്നും അറിയില്ല, വരാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും HMDയുടെ സൈഡിൽ നിന്ന് ഓറ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റ് ഫോൺ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OnePlusന്റെ സൈഡിൽ നിന്ന് വാച്ച് 3 ഫെബ്രുവരി 18 ഗ്ലോബലി ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇന്ത്യ അടക്കം മറ്റെല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് വരും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും. ആദ്യം ചൈനയിൽ വരും, പിന്നെയാണ് മറ്റ് സ്ഥലങ്ങളിലോട്ടൊക്കെ വരാറ്. എന്തായാലും ഫെബ്രുവരി 18 OnePlusന്റെ വാച്ച് 3 ലോഞ്ച് ചെയ്യുന്ന ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. ടൈറ്റാനിയം ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പറയുന്നത് 5 ദിവസത്തോളം വരുന്ന ബാറ്ററി ബാക്കപ്പ് ഇതിന് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് 25,000 രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ്. ഫെബ്രുവരി 18 അതിന്റെ ബാക്കി ഡീറ്റെയിൽ അറിയാം. സാംസങ് ഗാലക്സി F06 എന്ന് പറയുന്ന 10,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു 5G ഫോൺ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Dimensity 6300 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ, 5000 mAh ബാറ്ററി, അതുകൂടാതെ 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഈ ഒരു ഫോണിൽ സാംസങ് ഓഫർ ചെയ്തിട്ടുണ്ട്. 4GB റാം, 128GB ഇന്റർണൽ മെമ്മറിയുടെ പ്രൈസ് വരുന്നത് 9,999 രൂപ. അതുകൂടാതെ 6GB റാം, 128GB ഇന്റർണൽ മെമ്മറിക്ക് 11,500 രൂപ. കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു ലെവലിലാണ് ഫ്ലിപ്കാർട്ടിൽ നിൽക്കുന്നത്. ഈ വീക്ക് മുതൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഏറ്റവും വില കുറഞ്ഞ 5G ഫോൺ സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് നോക്കുന്നവരാണെങ്കിൽ സാംസങ് ഗാലക്സി F06 എന്ന് പറയുന്ന ഈ ഒരു ഫോൺ പരിഗണിക്കാം. ആമസോണിന് ഒരു ഫാർമസി ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട് എന്നുള്ളത് എത്ര പേർക്ക് അറിയായിരുന്നു? എനിക്ക് പേഴ്സണലി അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു ന്യൂസ് തപ്പിപ്പോയപ്പോഴാണ് അറിഞ്ഞത്. അതിനി അവർ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇന്ത്യയിലുള്ള എല്ലാ പിൻകോഡുകളിലോട്ടും ഇനി മരുന്നുകൾ എത്തിക്കാനുള്ള സെറ്റപ്പിലോട്ട് ആമസോൺ എത്തി എന്നുള്ളതാണ് പറയുന്നത്.
ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മളുടെ നാട്ടിലോട്ട് തൃശ്ശൂരിലോട്ടൊക്കെ ഡെലിവറി കാണിക്കുന്നുണ്ട്. സോ ഒരുപാട് മരുന്നുകളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇനി ആമസോൺ കൂടി പരിഗണിക്കാം. ഫ്ലിപ്കാർട്ടിൽ ഓൾറെഡി ഉണ്ട്, ഞാൻ 1-2 തവണ ഒക്കെ അവിടെ നിന്ന് മരുന്നുകൾ വാങ്ങിയിട്ടുണ്ട്. സോ ആമസോണും ഇപ്പോൾ ഫാർമസി ഡെലിവറി വരുന്നുണ്ട്. ആപ്പിളിന്റെ അണ്ടറിൽ വരുന്ന ബീറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈഡിൽ നിന്ന് പവർ ബീറ്റ്സ് പ്രോ 2 എന്ന് പറയുന്ന TWS ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് മെയിൻലി ഫോർ അത്ലറ്റിക്സിനാണ് കേട്ടോ, സ്പോർട്സ് പേഴ്സണിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് മെയിൻലി വരുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ് മോണിറ്റർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളിതിൽ ചെവി വെക്കുന്നതോട് കൂടിയിട്ട് തന്നെ നമ്മളുടെ ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിന് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന കേസ് വരുന്നുണ്ട്. പിന്നെ ആപ്പിളിന്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ H2 ചിപ്പ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്. ഇത് ഒരേ സമയം ആൻഡ്രോയിഡിലും iOS-ലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 45 മണിക്കൂറോളം പ്ലേ ബാക്ക് ടൈം കിട്ടും എന്നുള്ളതാണ് അഡ്വർടൈസ്മെന്റ് കാര്യത്തിലൊക്കെ കണ്ടത്. എനിവേ ഇതിന്റെ ഇന്ത്യൻ പ്രൈസ് വരുന്നത് 29,900 രൂപ, അതായത് 30,000 രൂപയ്ക്ക് 100 രൂപ കുറയും. അങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത്. ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും അതുകൂടാതെ ആപ്പിളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ പവർ ബീറ്റ്സ് പ്രോ 2 എന്ന് പറയുന്ന TWS വാങ്ങാനായിട്ട് സാധിക്കും. സാംസങ് ഗാലക്സി S21 സീരീസ് ഉപയോഗിക്കുന്നവർക്ക് ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് മന്ത്ലി ഉള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒന്നുകിൽ 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ഉള്ള സെക്യൂരിറ്റി ബാച്ചുകളാണ് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഇതിലോട്ടുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ മെല്ലെ മെല്ലെ സാംസങ് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും One UI 7 അപ്ഡേറ്റ് സാംസങ് ഗാലക്സി S21 സീരീസിലോട്ടും കിട്ടും. സോ സാംസങ് പറയുന്നത് നിങ്ങൾ S21 സീരീസ് മെല്ലെ മെല്ലെ ഉപേക്ഷിച്ച് തുടങ്ങിക്കോളൂ എന്നുള്ളതാണ്. ഫോൾഡബിൾ ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള അൾട്രാ തിൻ ഗ്ലാസുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആപ്പിളും ഒരു ചൈനീസ് കമ്പനിയും തമ്മിൽ സൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഓൾറെഡി മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഏതാണ് കമ്പനി എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇങ്ങനെ ഒരു കോൺട്രാക്ട് കഴിഞ്ഞു. 2026 കൂടിയിട്ട് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഒരു ഫോൾഡബിൾ ഫോൺ എക്സ്പെക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മളിതിന്റെ ഹിഞ്ച് മെക്കാനിസവും അതിന്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് രണ്ടാഴ്ച മുന്നത്തെ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് 2026 കൂടിയിട്ട് ആപ്പിളിന്റെ സൈഡിൽ നിന്ന് ഒരു ഫോൾഡബിൾ ഫോൺ എക്സ്പെക്ട് ചെയ്യാം. സാംസങ്ങിന്റെ സോഫ്റ്റ്വെയർ ഹെഡ് ആയിട്ടുള്ള സാലി പറയുന്നത് S25 സീരീസിൽ വന്നിരിക്കുന്ന നൗ ബ്രീഫ് അടക്കം പല AI ഫീച്ചേഴ്സും മുൻ വർഷത്തെ S24 സീരീസ് S23 സീരീസിലോട്ടൊന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നാണ്. അതിനുള്ള പ്രധാന കാരണമായിട്ട് പറയുന്നത് അതിനുവേണ്ട ഹാർഡ്വെയർ സപ്പോർട്ട് ആ ഫോണുകളിൽ ഇല്ല എന്നുള്ളതാണ്. സോ നമ്മൾ എല്ലാ വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാലക്സി AI ഫീച്ചേഴ്സ് എല്ലാ ഫോണുകളിലും കിട്ടും എന്നുള്ളത്. അങ്ങനെയല്ല, പല ഫീച്ചേഴ്സും ലിമിറ്റഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള Find N5 എന്ന് പറയുന്ന ഫോൾഡബിൾ ഫോൺ ഈ മാസം 20 ചൈനയിൽ ലോഞ്ച് ചെയ്യും എന്നുള്ള വാർത്ത നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ട്രെങ്ത്, വാട്ടർ റെസിസ്റ്റന്റ്, അതിന്റെ തിക്നെസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരുപാട് പ്രോമോ വീഡിയോസ് ഇപ്പോൾ ഓപ്പോ പുറത്ത് വിട്ടിട്ടുണ്ട്. 8.93 mm മാത്രമായിരിക്കും അതിന്റെ ഫുൾ മടക്കി വെച്ച് ആ ഒരു ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത്. സോ അത്രയും കട്ടി കുറഞ്ഞൊരു ഫോൾഡബിൾ ഫോണാണ് ഈ ഒരു ഓപ്പോ Find N5 എന്ന് പറയുന്നത്. സോ ഇത് ഇന്ത്യയിലോട്ട് വരുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഉറപ്പൊന്നുമില്ല. ഇതിലോട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടിരുന്നു, ഈ ഒരു ഫോൺ തന്നെയായിരിക്കും OnePlus Open 2 എന്ന് റീനെയിം ചെയ്തിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് ഇന്ത്യ അടക്കം ഗ്ലോബലി വരാനായിട്ട് പോകുന്നത്. എന്തായാലും ഈ വർഷം OnePlusന്റെ സൈഡിൽ നിന്ന് ഒരു ഫോൾഡബിൾ ഫോൺ ഉണ്ടാകില്ല, അതായത് OnePlus Open 2 ഉണ്ടാകില്ല എന്നുള്ളത് OnePlusന്റെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും OnePlus Open 1 എന്ന് പറയുന്ന ആ ഒരു മോഡൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടും അതിലേക്കുള്ള സോഫ്റ്റ്വെയർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ പുതിയൊരു ജനറേഷൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് OnePlus പറയുന്നത്. എന്തായാലും നല്ല കാര്യമാണ് കേട്ടോ. വെറുതെ ഫോണുകൾ ഇറക്കുന്നതിനേക്കാളും നല്ലത് ഉള്ള ഫോണിന് വേണ്ട സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുക തന്നെയാണ്. എന്തായാലും ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള Find N5 ഈ മാസം 20 ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയാൻ വിട്ടുപോയൊരു ന്യൂസ് ഉണ്ടായിരുന്നു. സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽത്ത് ചലഞ്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വാക്കേത്തൺ ഇന്ത്യ എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 28 മുന്നായിട്ട് 2 ലക്ഷം സ്റ്റെപ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നവരിൽ 3 പേർക്ക് സാംസങ് ഗാലക്സി വാച്ച് അൾട്ര എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് സാംസങ് ഫ്രീ ആയിട്ട് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് അവരുടെ ഹെൽത്ത് ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാം. നിങ്ങൾ വെറുതെ 2 ലക്ഷം കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സാംസങ് ഗാലക്സി മെമ്പേഴ്സ് ആപ്പ് ഉണ്ട്, അതിൽ വാക്കേത്തൺ ഇന്ത്യ എന്ന് പറയുന്ന ഹാഷ്ടാഗോട് കൂടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണം. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും സമയമുണ്ട്, ഫെബ്രുവരി 28 വരെ സമയമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ച് സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. Xiaomi Pad 7 നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എഡിഷൻ ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 18 മുതലാണ് ഇതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99% ഹാംഫുൾ ആയിട്ടുള്ള ലൈറ്റുകൾ കട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. സോ നോർമൽ ടാബ്ലറ്റിന്റെ പ്രൈസ് വരുന്നത് 27,999 രൂപ മുതലാണ്.
ഇവിടെ നമുക്ക് 12 GB റാം 256 GB ഇന്റേണൽ മെമ്മറി വരുന്ന ഒരൊറ്റ വേരിയന്റേ വരുന്നുള്ളൂ. 32,999 രൂപയാണ് ഈ പറയുന്ന നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ എന്ന് പറയുന്ന സ്പെഷ്യൽ വേരിയന്റിന്റെ പ്രൈസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആമസോൺ റീറ്റെയിൽ ഷോപ്പ്, ഷവോമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നൊക്കെ ഈ പറയുന്ന ഷവോമി പാഡ് 7 നാനോ ടെക്സ്ചർ ഡിസ്പ്ലേ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതേപോലെ ഈ മാസം 18-ാം തീയതി റിയൽമി P3 Pro ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. സ്നാപ്ഡ്രാഗൺ 7S Gen 3 ആണ്. അതേപോലെ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ന്യൂസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ ഒരു കാര്യം കൂടി പുറത്ത് വന്നിട്ടുണ്ട്. ഇരുട്ടത്തൊഴുത് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അത് ഗ്ലോ ചെയ്യുന്ന പറയുന്നത്. അതെങ്ങനെ ഗ്ലോ ചെയ്യും എന്നുള്ളത് അറിയില്ല. ലൈറ്റ് കട്ട് ചെയ്യാൻ മതിയോ, അതോ സൺലൈറ്റ് വേണോ, അതോ UV ലൈറ്റ് വേണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇങ്ങനെ ഗ്ലോ ചെയ്യുന്ന ഒരു ഡിസൈനിലാണ് റിയൽമി P3 Pro വരുന്നത്. ശരിക്കും പറഞ്ഞാൽ റിയൽമിക്ക് നല്ല ഭ്രാന്താണ് കേട്ടോ. റിയൽമി 14 Pro Plus തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിലെ കളറ് മാറും. ഇപ്പോൾ ലൈറ്റ് കുറഞ്ഞ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാക്ക് ഗ്ലോ ചെയ്യും. ഇതൊക്കെ എന്ത് ടെക്നോളജിയാണോ? പിള്ളേർക്ക് കളിക്കാനുള്ള എന്തെങ്കിലും കളിപ്പാട്ടാണോ ഉണ്ടാക്കണമെന്നുള്ളത് അറിയില്ല. സ്മാർട്ട് ഫോൺ ആണെന്നുള്ളത് ആരെങ്കിലും ഒന്ന് റിയൽമിനെ പറഞ്ഞ് മനസ്സിലാക്കും. എന്തായാലും റിയൽമി P3 Pro ഈ മാസം 18-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 20,000 രൂപയ്ക്ക് താഴെ തന്നെയാണ് കേട്ടോ. നല്ല പ്രൈസിങ് ആയിരിക്കും. ഗെയിമിങ്ങിന് പ്രത്യേകിച്ച് BGMIക്ക് വേണ്ടിയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ഫോൺ വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് ബാക്കി ഡീറ്റെയിൽ ഫെബ്രുവരി 18-ാം തീയതി അറിയാം. ഇനി നമ്മുടെ അവസാന ന്യൂസ്, ഒരുപാട് കാലമായിട്ട് ദേ വരുന്നു എന്ന് പറയുന്ന iPhone SE 4 അല്ലെങ്കിൽ iPhone 16e എന്ന് പറയുന്ന മോഡൽ ഈ മാസം 19-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു കൺഫർമേഷൻ അവരുടെ CEOയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ട്വീറ്റ് അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടിട്ട് iPhone SE 4 ഈ മാസം 19-ാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്നുണ്ട്. സോ അത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു മടിയും കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.